ഇന്ന് മാർച്ച് 19, 2025 റിയൽമിയുടെ 2 TWS ലോഞ്ച് ആകാൻ പോവാണ് ഉച്ചയ്ക്ക് 12 മണിക്ക്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഓൾറെഡി ലോഞ്ച് ആയിട്ടുണ്ടാവും. എന്തായാലും ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരെ ഇതിന്റെ വിലകൾ എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ ഒരു ഉദ്ദേശം വെച്ച് പറയുവാണെങ്കിൽ നമ്മുടെ T200 ലൈറ്റ് ഒരു 1500-നകത്തോ അല്ലെങ്കിൽ ഒരു 1600-നകത്തോ വരാൻ ചാൻസ് ഉണ്ട്. കൂടാതെ എയർ 7ലേക്ക് വരണമെങ്കിൽ ഒരു 3500 രൂപയ്ക്കുള്ളിലും എത്താൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ രണ്ട് പ്രോഡക്റ്റുകളും സ്പെക് വൈസ് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കൂടാതെ നമ്മുടെ ചാനലിൽ ഈ രണ്ട് പ്രോഡക്റ്റുകളുടെയും അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ. ഞാനും ഇതിന്റെ ഒരു സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ തന്നെ മേടിച്ചിട്ട് അങ്ങോട്ട് അൺബോക്സ് ചെയ്യുന്നതാണ്. കൂടാതെ നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഒക്കെ തന്നെ അതിനേക്കാളും ഞാൻ മേടിച്ചതിനേക്കാളും വില കുറച്ചിട്ട് ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിൽ സെയിൽ ചെയ്യുന്നുണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകളൊക്കെ തന്നെ വളരെ ലാഭത്തിന് മേടിക്കാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്തത് മാത്രമേ ഉള്ളൂ, കൂടുതൽ അങ്ങനെ അത് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് അൺബോക്സ്ഡ് പീസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. കൂടാതെ മറ്റുള്ള ഇയർബഡ്സുകളുടെ ഒക്കെ തന്നെ പ്രീമിയം ക്വാളിറ്റി കേസ് കവറും നമ്മുടെ സ്റ്റോറിലുണ്ട്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക ദീപ് സ്റ്റോർ. അപ്പോൾ ആദ്യം നമ്മുടെ റിയൽമി ബഡ്സ് എയർ 7ലേക്ക് വരുവാണെങ്കിൽ ഫിസിക്കലി തന്നെ പറയേണ്ടിയിരിക്കുന്നു കേട്ടോ. റിയൽമി ബഡ്സ് എയർ 5, 6ലേക്ക് പോകുകയാണെങ്കിൽ സെയിം സൈസ് ഒരു ഓവൽ ഷേപ്പ് ആയിരുന്നെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ബോക്സി ടൈപ്പ് ഡിസൈൻ ആണ്. ആക്ച്വലി ഈ ബോക്സി ടൈപ്പ് റിയൽമി ഇറക്കിയിട്ട് ഫ്ലോപ്പ് ആയതാണ് എയർ 3S. എന്നാൽ എന്തുകൊണ്ടാണ് അവർ വീണ്ടും ഇത് കൊണ്ടുവന്നതെന്ന് അറിയത്തില്ല. ചിലപ്പോൾ നമ്മുടെ CMF by Nothing ബഡ്സ് Pro 2 ഒക്കെ ഉണ്ടല്ലോ, അതൊരു ബോക്സി ടൈപ്പിലാണല്ലോ, അത് സക്സസ് ആയല്ലോ. അപ്പോൾ അതിന്റെ ഒരു കാരണം കൊണ്ടാണോ അവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു എയർ 7 ഈ ബോക്സി ടൈപ്പിൽ ഇറക്കിയതാണോ എന്നും അറിയത്തില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം വീഡിയോ കമന്റ് ആയിട്ടുള്ളൂ. ബോക്സി ആണോ നിങ്ങൾക്ക് ഇഷ്ടം, ഓവൽ ആണോ ഇഷ്ടം, അതും കൂടെ വീഡിയോയുടെ കമന്റ് ആയിട്ടുണ്ട്. എന്തായാലും 52 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ 6 മൈക്ക് വിത്ത് ENC, അത് ഓൾറെഡി നമ്മുടെ മറ്റുള്ള എയർ സീരീസുകളിൽ ഉള്ളതുപോലെ തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. LHDC കോഡക്കാണ് നമ്മുടെ എയർ 6ലെ പോലെ തന്നെ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുക. ഹൈറസ് ഓഡിയോ വയർലെസ് സർട്ടിഫൈഡ് ആണ്. LHDC കോഡക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എടുത്തു പറയേണ്ടത്, ചിലർ പറയാറുണ്ട് LHDC വേണ്ടായിരുന്നു, LDAC മതിയായിരുന്നു എന്നുള്ളത്. LHDC ആകുമ്പോഴത്തേക്ക് നമുക്ക് ലോ ലേറ്റൻസിയും കൂടെ കുറച്ചുകൂടെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു കോഡക്ക്. എന്നാൽ LDAC എന്ന് പറയുമ്പോഴത്തേക്ക് അത് സോണിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് പൂർണ്ണമായും ഒരു എന്താ പറയുക മ്യൂസിക് ലവറിനാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗം. കാരണം അടിപൊളി ക്വാളിറ്റി ആയിരിക്കും LDAC-ൽ. എന്നാൽ LHDC-ലും ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ലോ ലേറ്റൻസിക്കും കൂടി ഇമ്പോർട്ടൻസ് ആക്ച്വലി ഈ ഒരു കോഡൊക്കെ കൊടുക്കുന്നുണ്ട്. 12.4 mm ഡൈനാമിക് ബേസ് ഡ്രൈവേഴ്സ് ആണ് ഈ ഒരു പ്രോഡക്റ്റിൽ കാണാൻ സാധിക്കുക. 360 ഡിഗ്രി സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ് ഇവിടെയും നമുക്കുണ്ട്. 52 hours ആണ് ടോട്ടൽ പ്ലേ ടൈം കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് കഴിഞ്ഞാൽ 10 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം എന്ന് കിട്ടും. അതിന്റെ കാരണം Type-C ചാർജിങ് തന്നെയാണ്. IP55ന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ കാണാൻ സാധിക്കും. ലാവൻഡർ, പർപ്പിൾ, ഐവറി ഗോൾഡ്, മോസ് ഗ്രീൻ എന്നിങ്ങനെ 3 കളേഴ്സിലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആകുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു കളർ ഏതാണ് അതും വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടത് ആ ഒരു മോസ് ഗ്രീൻ ആണ് കേട്ടോ. പെട്ടെന്ന് അഴുക്കാവത്തില്ല, അതേപോലെ തന്നെ നല്ല രസമാണ്. എനിക്ക് പിന്നെ പൊതുവെ ഈ ഗ്രീൻ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഇതിന്റെ കേസ് കവർ ഉടനെ തന്നെ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആകും. നിങ്ങൾക്ക് മറ്റുള്ള എല്ലാ e-commerce വെബ്സൈറ്റുകൾ എടുക്കുന്ന കാശ് കുറച്ച് തന്നെ ആയിരിക്കും നമ്മൾ ഇതും ഉറപ്പായിട്ടും സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഒരു റിയൽമി ബഡ്സ് എയർ 7നെ കുറിച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി റിയൽമി ബഡ്സ് T200 ലൈറ്റിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ എടുത്തു പറയേണ്ടത് ആക്ച്വലി T100 അല്ലെങ്കിൽ T110 ഒക്കെ പോലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസൈൻ അതുപോലെയൊക്കെ തന്നെയാണ്. എന്നാൽ ഒരു ചെറിയൊരു സ്ട്രിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു നമ്മുടെ ലിഡിന്റെ ഭാഗത്തായിട്ട്. അത് മാത്രമാണ് ആകെ എനിക്ക് ഇതിലിപ്പോൾ ഫിസിക്കലി ഇങ്ങനെ ഫോട്ടോയിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൊരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത്. അതർവൈസ് എനിക്ക് തോന്നുന്നു T110 അതുപോലെ തന്നെ T100 അതിൻ്റെയൊക്കെ ഒരു ഡിസൈൻ തന്നെ തോന്നുന്നു. എന്തായാലും ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ നിങ്ങൾ കാണും. അതിനകത്ത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരാവേ. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട മറ്റു സവിശേഷതകൾ നോക്കുവാണെങ്കിൽ 12.4 mm ഡൈനാമിക് ബേസ് ഡ്രൈവേഴ്സ് തന്നെയാണ് ഇതിലും നമുക്ക് കാണാൻ സാധിക്കുക. അതായത് എയർ 5, എയർ 6, എയർ 7ലുള്ള അതേ സാധനം തന്നെ. അപ് ടു 48 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. എനിക്ക് തോന്നുന്നു T110 അപ് ടു 38 ആയിരുന്നു, അതായത് 38 32 ആണ്. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അത് 48 hours കൂടി എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. കൂടാതെ നമ്മൾ ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 5 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. പിന്നെ ഡ്യുവൽ മൈക്ക് വിത്ത് AI ഡീപ് കോൾ നോയ്സ് ക്യാൻസലേഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇതിനകത്ത് ഇല്ല, എന്നാൽ ENC അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല മൈക്ക് ക്വാളിറ്റി ആണ് ഇപ്പോൾ T110 നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ മൈക്ക് ക്വാളിറ്റി ആയിരിക്കാം ഇവിടെ എന്ന് വിശ്വസിക്കാം. അതും നമുക്ക് ഉറപ്പായിട്ടും കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ പറയാം. IPX4ന്റെ വാട്ടർ റെസിസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഒരു IPX5 ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് നമുക്ക് പറയാം. പിന്നെ IPX4ഉം വലിയ പ്രശ്നമൊന്നുമില്ല. ഡ്യുവൽ
ഡിവൈസ് കണക്ഷൻ ഉണ്ട്. അറ്റ് എ ടൈം നമുക്ക് 2 ഡിവൈസുകളിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. അൾട്രാ ലോ ലേറ്റൻസി മോഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ എത്ര MS ആണെന്നുള്ളത് എവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. ബ്ലൂടൂത്ത് വെർഷൻ 5.4ന്റെ കണക്ടിവിറ്റിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതും 3 കളേഴ്സിൽ അവൈലബിൾ ആകുന്നത്, ലാവൻഡർ, വൈറ്റ്, അതുപോലെ തന്നെ ബ്ലാക്ക്. ഉറപ്പായിട്ടും ഞാൻ മേടിക്കുന്നത് ബ്ലാക്ക് കളറായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ബ്ലാക്ക് കളർ മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് 1500-നാണ് എത്തുന്നതെങ്കിൽ ജസ്റ്റ് അൺബോക്സ്ഡ് പീസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനേക്കാളും വളരെ ലാഭത്തിൽ തന്നെയായിരിക്കും കയ്യിൽ കിട്ടുന്നത്. സോ ഉറപ്പായിട്ടും ദീപ് സ്റ്റോർ വീണ്ടും എനിക്ക് പറയാനുള്ള അത്ര മാത്രമേ ഉള്ളൂ. ചെക്കൗട്ട് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരാണോ ആദ്യം വരുന്നത് അവർക്കായിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുക എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു പ്രോഡക്റ്റ് മാത്രമേ എനിക്ക് ലാഭകരമായിട്ട് മേടിച്ചങ്ങോട്ട് തരാനും പറ്റത്തുള്ളൂ. സോ ഉറപ്പായിട്ടും ആരാണോ ആദ്യം വരിക അവർക്ക് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് അങ്ങോട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും സ്പെക് വൈസ് ഉറപ്പായിട്ടും റിയൽമി ബഡ്സ് T200 ലൈറ്റ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ആ ഒരു ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി വന്നിട്ടുണ്ട്. മറ്റുള്ള ഇപ്പോൾ T100-ലാണെങ്കിലും T110-ലാണെങ്കിലും ആ ഒരു ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഇല്ലായിരുന്നു. ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു സാധനമുണ്ട്. പക്ഷേ ഇതിൽ ഇന്നിയർ ഡിറ്റക്ഷൻ കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ചനാട്ടാ. കാരണം ഇപ്പോൾ ബോട്ടിലാണെങ്കിലും അതുപോലെ തന്നെ ബോൾട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ബജറ്റ് റേഞ്ചിൽ ഇന്നിയർ ഡിറ്റക്ഷൻ സഹിതം വയ്ക്കും. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് റിയൽമി അങ്ങനെയൊന്നും കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതിലും കാണാൻ ചാൻസ് ഇല്ല. പിന്നെ ജസ്റ്റ് ഒന്നും നമുക്ക് പറയാനേ ഉള്ളൂ. പക്ഷെ നമ്മുടെ റിയൽമി ബഡ്സ് എയർ 7-നകത്ത് ഉറപ്പായിട്ടും ഇന്നിയർ ഡിറ്റക്ഷനും അതും ഇതൊക്കെ തന്നെ കാണാനും സാധിക്കും. അവിടെയും ഉറപ്പായിട്ടും ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ റിയൽമി ബഡ്സ് T200 ലൈറ്റിൻ്റെയും അതുപോലെ തന്നെ റിയൽമി ബഡ്സ് എയർ 7-ൻ്റെയും ആ ഒരു സ്പെക് വൈസ് വിശേഷങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 3500 ആയിരിക്കും ഉറപ്പാണ്, അല്ലെങ്കിൽ ഒരു 3599, 3699 ഇതിലെങ്കിലുമൊക്കെ എത്തിക്കും നമ്മുടെ റിയൽമി ബഡ്സ് എയർ 7. എന്നാൽ T200 ലൈറ്റ് ഇപ്പോൾ സ്പെക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ വില കൂടാൻ ചാൻസ് ഉണ്ട്. ഒരു 1699 അല്ലെങ്കിൽ 1799 എത്താൻ ചാൻസ് ഉണ്ട്. ഇനി 1599 കിട്ടുന്നെങ്കിൽ എന്താ പറയുക, നല്ലൊരു ഡീൽ എന്ന് പറയാം. 1500-നകത്ത് കിട്ടുന്നെങ്കിൽ വളരെ നല്ലൊരു ഡീൽ, റിയൽമി എന്നൊരു പ്രോഡക്റ്റ് നിങ്ങൾ നോക്കുന്നെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ഉറപ്പായിട്ടും ഈ ഒരു T200 ലൈറ്റിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നമ്മുടെ ചാനൽ നിങ്ങൾ കാണും. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടും ഒന്ന് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.